ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ നമ്മുടെ സാഹിത്യം, നമ്മുടെ സാഹിത്യത്തിലെ നായക സങ്കല്പം, അതുപോലെ തന്നെ നമ്മുടെ സാഹിത്യത്തിലെ സംഘർഷ സങ്കല്പം, ഇതൊക്കെ തന്നെ നമ്മൾ പൊതുവെ ഈ പാശ്ചാത്യ തർക്കശാസ്ത്രത്തിൽ നിന്ന് ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് അവസാനിപ്പിച്ചേ പറ്റൂ, ഇത് അവസാനിക്കണം. ഈ മാർക്യൂസ് ഒരിക്കൽ എവിടെ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഈ ആംഗ്ലോ സാക്സൺ കഥാനായകനെ പോലെ ആവില്ല ലാറ്റിൻ അമേരിക്കയുടെ കഥാനായകനെന്ന്. അവരുടെ ചരിത്രാനുഭവം വളരെ വ്യത്യസ്തമാണ്. നമ്മുടെ ചരിത്രാനുഭവം വളരെ 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 വ്യത്യസ്തമാണ്. കാരണം പടിഞ്ഞാറിൻ്റെതായിട്ട് ഒരു ബന്ധമില്ല നമ്മുടെ ഹിസ്റ്റോറിക്കൽ എക്സ്പീരിയൻസിന്. അപ്പം നമ്മുടെ നായക സങ്കല്പം ശരിക്ക് ഒരു മിസ്റ്റിക് ഹീറോ, സാത്വികനും ആത്മ അനുഭവങ്ങളുള്ളവനുമായ ഒരു കഥാനായക സങ്കല്പം നമുക്കിവിടെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അത് ധർമ്മപുരാണത്തിലും വളരെ വ്യക്തമായിട്ടും ഗുരുസാഗരത്തിലും ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ പറഞ്ഞ കഥാനായക സങ്കല്പം, പ്രോസസ് ഓഫ് ദി ഹീറോ, അതിലേക്കുള്ള സംക്രമണം, പരിവർത്തനം, ത്തിന് ഉദാഹരണമായിട്ട് ഞാൻ ധർമ്മപുരാണത്തിൽ നിന്ന് അതിൻ്റെ അവസാനം